അടുത്ത വീഡിയോ, അതായത് പുറക്കാടുള്ള ഇഷ്യൂവിനെ പറ്റിയിട്ട് പറയുന്ന പറഞ്ഞതിന് അത് ഇൻസ്റ്റാഗ്രാം മൊത്തം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതെന്താ സംഭവം നടക്കുന്നത്, എന്താണ് ഇവിടെ എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ ആൾക്കാർ പേഴ്സണലായിട്ടൊക്കെ മെസ്സേജ് ഒക്കെ അയച്ചതിനെ കൊണ്ടാണ് നമ്മൾ ഈ ഒരു വീഡിയോ ഇടുക എന്നുള്ള ഒരു പരിപാടി തുടങ്ങിയത്. എന്താ വെച്ചാൽ കഴിഞ്ഞ ദിവസം ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിലേക്ക് പോയല്ല, പുറക്കാടേക്ക് ഇങ്ങനെ പോകുന്ന സമയത്ത് റൈറ്റ് സൈഡിൽ എൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിൽ കുറേ ആൾക്കാർ ഇങ്ങനെ കൂടിക്കുന്ന സമയത്ത് സാധാരണ എല്ലാ മലയാളം ചെയ്യുന്നൊരു കാര്യമുണ്ടല്ലോ, ഈ മലയാളികളുടെ ഒരു പ്രശ്നമുണ്ട്, എന്ത് കാര്യം ചെയ്യുകയാണെങ്കിലും ആൾക്കാർ കൂടിക്കുന്നിടത്തിൽ ഒന്നാടെ വണ്ടി ചവിട്ടിയിട്ട് ചോദിക്കും എന്താ അവിടുത്തെ പ്രശ്നം എന്ന്. അതേമാതിരി ഞാൻ എന്താക്കി, ആരോടും ചോദിക്കാണ്ട് നേരെ കയറി ആ വീട്ടിലേക്ക് പോയതാണ്. എൻ്റെ ബെസ്റ്റ് കമ്പനിക്കാരനാണ് നീതു ആൻഡ് അംജിത്ത് എന്ന് പറയുന്ന രണ്ട് ഫാമിലിയാണ് ബെസ്റ്റ്. നമ്മൾ വീട്ടിലേക്ക് വരുന്നതും അവരെ വീട്ടിൽ പോകുന്നതും നമുക്ക് ഒരേ വീട് മാതിരിയും ഒക്കെയാണ്. മറ്റുള്ളവരെന്ത് പറയുന്നത് നമ്മൾ നോക്കണ്ട, അവരും അവർക്ക് എന്നെയും അറിയുന്ന ഒരു ഫാമിലി. അപ്പോൾ അവിടെ പോയപ്പം ഇത്രയും ആൾക്കാർ ഇങ്ങനെ കൂടി നിൽക്കുന്നുണ്ടപ്പോൾ ഞാൻ നേരെ ഒരു ഫോൺ ലൈനല്ല, ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതിനും പിന്നെ നമ്മളെ ഒരു കുട്ടി മെഡിക്കൽ കോളേജിലല്ലേ അവളൊരു ഫോണിൽ ഇങ്ങനെ സംസാരിച്ചിട്ട് ഇങ്ങനെ പോയതിന് അവിടെയുള്ള വിഷയങ്ങളും കാര്യങ്ങളൊക്കെ സംസാരിച്ചിട്ട് നേരെ വണ്ടി അപ്പോൾ നേരെ ഫോൺ ഉപയോഗിക്കാൻ പാടില്ല, എന്നാലും ഫോൺ എടുത്തിട്ട് ഉപയോഗിച്ച് നേരെ കയറി ഇങ്ങ് പോയി വീട്ടിലേക്ക് കയറി. അപ്പോൾ അവിടുത്തെ സോഫയും പോയിരുന്നിട്ട് അപ്പോൾ അതായത് അംജിത്ത് എൻ്റെ ഫ്രണ്ട് പറഞ്ഞ് ഇത് മറ്റേ ബാങ്കിലുള്ള ആൾക്കാരെന്നാണ്. ഞാൻ വെച്ചാൽ എന്താ ബാങ്കിലുള്ള ആൾക്കാരെന്താ? അപ്പോൾ ഞാൻ കയറിയിട്ട് ഞാൻ ചോദിച്ചപ്പോൾ പറഞ്ഞു ഇത് ബാങ്കിലുള്ള ഇതാണെന്ന് വെച്ചാൽ. ഞാൻ വെച്ചാൽ ബാങ്കിൽ എന്താണ് വിഷയം? ആ ബാങ്കിൽ നിന്ന് എന്താ ആഴ്ചയിൽ എന്താ ലോണും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നത്, അതായത് ആഴ്ചയിൽ നമുക്ക് പൈസ തരും എന്നുള്ളൊരു സംഭവം. എനിക്ക് അതിനെ പറ്റിയിട്ട് കറക്റ്റായിട്ട് അറിയില്ല. അപ്പോൾ ഞാൻ വെച്ചാൽ അതിനെന്താ ഇവിടെ വന്നിട്ട് ഇങ്ങനെ വർത്താനം പറയുന്നത്, അത് ഒരാഴ്ച അവൻ്റെ കാല് സ്റ്റെയർ കേസിൻ്റെ മുകളിൽ നിന്ന് വീണിട്ട് ഞാൻ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയത്. അപ്പോൾ മടമ്പ് ഇതായിട്ട് എല്ല് ചതവുണ്ട്, കൊയിലാണ്ടി ഹോസ്പിറ്റലാണ് കൊണ്ടുപോയത് രാത്രി ഒരു 12 മണിക്ക് അങ്ങനെ. അപ്പോൾ ഇവന് പണിക്ക് പോകാത്തതിനെ കൊണ്ട് ഈ ഒരു വിഷയം കാര്യങ്ങളൊക്കെ ഉള്ളത്. അപ്പം ഞാൻ ചോദിച്ചല്ല ഇതിനിപ്പം എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ നിർമ്മാണം ഓലിങ്ങനെ വന്ന് മോശമായിട്ട് ഇങ്ങനെ തോന്നിയ സോ കാര്യങ്ങളൊക്കെ വിളിച്ച് പോകാമെന്നാണ്. ഞാൻ പറഞ്ഞു പൈസ കൊടുക്കണ്ടേ, പൈസ വാങ്ങിയാൽ പൈസ കൊടുക്കണ്ടേന്നാണ്. അപ്പോൾ ഞാൻ വേറെ ആയിട്ടല്ല കേട്ടോ സംസാരിക്കുന്നത്, ഇവനായിട്ടാണ് സംസാരിക്കുന്നത്. അപ്പോൾ പെട്ടെന്ന് എൻ്റെ ഫോണിലേക്ക് ഞാൻ അടുത്ത ഇത്ര ആൾക്കാരെ കണ്ടപ്പോൾ ഞാൻ വിളിക്കാമെന്നും പറഞ്ഞിട്ട് മറ്റേ ഫോണ് കട്ട് ചെയ്തേനും. അപ്പോൾ ഉണ്ട് ആ വീട്ടിലൊരു ചെറിയ പരിപാടിക്ക് വേണ്ടിയിട്ട് എനിക്കൊരു ടെക്സ്റ്റ് മെസ്സേജ്, അതായത് വാട്സപ്പ് മെസ്സേജ് അല്ല ടെക്സ്റ്റിൽ വീട്ടിലേക്ക് നീ വരുന്ന സമയത്ത് സാധനം ഒന്ന് വാങ്ങിക്കൊടുക്കണം എന്നും പറഞ്ഞിട്ട് ഒരാൾ മെസ്സേജ് അയച്ച്, ആ വീട്ടിലുള്ള ഒരാൾ കുറച്ച് വർത്തക്കയും കാര്യങ്ങളൊക്കെ നോമ്പ് തുറക്കുമ്പോഴത്തേക്ക് വേണമെന്ന് പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞു ആയിക്കോട്ടെ ഞാൻ വാങ്ങിക്കൊടുക്കാൻ പറഞ്ഞിട്ട് തിരിച്ചിങ്ങനെ മെസ്സേജ് അയക്കുക. ഇങ്ങനെ ഫോണിങ്ങനെ കുത്തനെ പിടിച്ചിട്ടാണ് മെസ്സേജ് അയക്കുന്നത്. അപ്പോൾ അവിടെ വന്നൊരു ബാങ്കിൽ നിന്ന് വന്നൊരു കുട്ടി വെച്ച് നിങ്ങൾ എൻ്റെ വീഡിയോ എടുക്കുകയാണെന്ന്. ഞാൻ പറഞ്ഞ് ആ വീഡിയോ എടുക്കുകയാണ്, ഞാൻ ഫോണിൽ മെസ്സേജ് അയക്കുകയാണ്, വീഡിയോ എടുക്കുകയാണ്. ഓളെ ചോദ്യം ചോദ്യം ഓള് അത്രയും മോശമായിട്ട് ബാങ്കാർ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ, പൈസ അടച്ചിക്കില്ലേ ബാങ്കാർ നന്നായിട്ട് വർത്താനം പറയും. പക്ഷേങ്കിൽ അതിൻ്റെ അപ്പുറത്തേക്കുള്ള വർത്താനം അവൾ പുറത്ത് ഒരാൾ ഫോൺ ഉപയോഗിക്കുന്നുണ്ട്, ഇപ്പോൾ നിങ്ങൾ നമ്മളെ വീഡിയോ എടുക്കാമെന്ന് ചോദിച്ചിട്ട് ആ വീഡിയോ എടുക്കുകയാണെങ്കിൽ ആ കേസ് കൊടുക്കുന്നുണ്ട് എൻ്റെ കൂടി. ഞാൻ പറഞ്ഞേ നീ കേസ് കൊടുത്തോ, പക്ഷേങ്കിൽ നീ സംസാരിക്കുന്ന സ്ഥലം നമ്മളെ വീടാണ്. ആടുന്ന് വീഡിയോ എടുക്കാനുള്ള അധികാരം നമുക്കുണ്ട്. നിങ്ങൾ ബാങ്കിൽ നിന്ന് വന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾ ഇവിടുന്ന് മോശമായിട്ട് സംസാരിക്കുമ്പോൾ എന്താക്കാം, നമുക്ക് വീഡിയോ എടുക്കാം. പക്ഷെ ഞാൻ ആ വീഡിയോ എടുത്തേയില്ല. അപ്പോൾ അവളെന്നോട് പറഞ്ഞ് ഞാൻ സ്റ്റേഷനിലേക്ക് പോകുന്നത്. ഞാൻ അന്നേരം പറഞ്ഞ് നീ സ്റ്റേഷനിലേക്ക് വന്നോ. അപ്പോൾ അവിടെ മൊത്തം ആൾക്കാർ കൂടിയപ്പം പറഞ്ഞ് വീഡിയോ എടുത്തേക്കുമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു വീഡിയോ എടുത്തേക്കില്ല. അപ്പോൾ ഇവള് പറയും നിനക്ക് എൻ്റെ ഫോൺ വേണം നോക്കണമെന്ന്. ഞാൻ പറഞ്ഞു നിനക്കെന്തിനാ എൻ്റെ ഫോൺ തരുന്നത് നോക്കാൻ, നമ്മൾ സ്റ്റേഷനിലേക്ക് പോവാം, സ്റ്റേഷനിൽ അവർ സാർക്ക് ഫോൺ കൊടുക്കാതാണ്. അങ്ങനെ ഞാൻ അവിടുന്ന് വണ്ടി എടുത്തിട്ട് നേരെ പയ്യോളി സ്റ്റേഷനിലേക്ക് പോയി. അങ്ങനെ പയ്യോളി സ്റ്റേഷനിലേക്ക് പോയി നോക്കുന്നേരം അവിടെയുള്ള ഒരു സാറൊക്കെ ഉണ്ട്. അവിടെയുള്ള സാറോട് ഞാൻ കാര്യങ്ങൾ പറഞ്ഞു. അപ്പോൾ സാറ് പറഞ്ഞ് ഇപ്പം വീഡിയോ നീ എടുത്തുക്കുമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞില്ല. അപ്പോൾ മൂപ്പർ പറഞ്ഞ് പിന്നെ എന്താ വിഷയം? ഞാൻ പറഞ്ഞു ഇങ്ങനെ എടുത്തുക്കെന്ന് പറഞ്ഞ് എൻ്റെ പേര് എന്താക്കി മോശമാക്കി എന്നാണ്. അത് എന്നോട് പറഞ്ഞു അത് സാരില്ല പോട്ടെ എന്നാണ്. ഞാൻ പറഞ്ഞു പോട്ടെ എന്നല്ല, നാളെ മറ്റന്നാൾ വേറൊരു രീതിയിൽ പറഞ്ഞുണ്ടാക്കും. അതായത് പെണ്ണൊരുമ്പിട്ടാൽ കുടുംബം തന്നെ കുളം തോണ്ടാം. എല്ലാ പെണ്ണുങ്ങളെയും പറയുന്നില്ല കേട്ടാ, പെണ്ണൊരുമ്പിട്ടാൽ എല്ലാ കുടുംബങ്ങളെയും കുളം തോണ്ടാം, അതിൽ ഒരു സംശയമില്ല. നല്ല ബന്ധങ്ങൾ അടുപ്പിക്കുകയും ചെയ്യാം, നല്ല ബന്ധങ്ങളെ വേർതിരിക്കാനും പറ്റിയ ഒരേ ഒരു മൂർച്ചയുള്ള സാധനം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് പെണ്ണ. അത് എല്ലാവർക്കും അറിയുന്നൊരു കാര്യമാണ്. പെണ്ണ് വിചാരിക്കാൻ വെച്ചാൽ ഒരു കൂട്ടുകുടുംബമായിട്ട് നിൽക്കുന്ന വെച്ചുകൊണ്ടേ മരണം വരെ ആ കൂട്ടുകുടുംബമായിട്ട് നല്ല രീതിക്ക് പോവാം. ആ ഒരു പെണ്ണ് വിചാരിച്ചാൽ കൂട്ടുകുടുംബം മൊത്തമായിട്ട് പൊളിച്ച് കൈമ തന്നിട്ട് പോവാം. നല്ല ചെയ്യാൻ ചീത്ത ചെയ്യും. ഒരു പെണ്ണിൻ്റെ ഒരാണിൻ്റെ വിജയത്തിൻ്റെ മുമ്പിൽ ഒരു പെണ്ണുണ്ട് എന്നൊക്കെ പറയുന്ന കേട്ടില്ലേ, അതൊക്കെ സത്യം തന്നെയാണ്.
എല്ലാത്തിലും പെണ്ണിൻ്റെ കൈയുണ്ടെങ്കിൽ വിജയിക്കുകയും ചെയ്യാം, തകർച്ചയും ചെയ്യാം. ഞാൻ പറഞ്ഞു വരുന്നത് വെച്ചാൽ, അപ്പോൾ ആ പുറക്കാട് ഈ ഒരു വിഷയം നടന്നപ്പം പോലീസ് സ്റ്റേഷനിൽ ഇങ്ങനെ പറഞ്ഞു, നീ എടുത്തിക്കില്ലല്ലോ. അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ എൻ്റെ ഫോൺ വിടാം, സാർക്ക് തരാം, സാറ് അത് നോക്കിയിട്ട് എന്താക്ക് എനിക്ക് തന്നാൽ മതി, എനിക്കിപ്പോൾ ഒന്നും വേണ്ട, ഫോൺ സാറ് ഇവിടെ വെച്ചോന്ന് പറഞ്ഞു. അപ്പോൾ സാറ് പറഞ്ഞു, അത് നീ എപ്പം കൊണ്ടുവന്നാലും റിക്കവറി എന്ന് പറയുന്നൊരു സോഫ്റ്റ്വെയർ ഉണ്ട്, അത് ഇവിടെ പോലീസ് സ്റ്റേഷനിലുള്ളപ്പം നമുക്ക് എന്താക്കാം, അതിൽ കുത്തിക്കഴിഞ്ഞാൽ റിക്കവർ ചെയ്തിട്ട് സാധനം വരും എന്നാണ്. ഞാൻ പറഞ്ഞു ആയിക്കോട്ടെ, എന്നാൽ പിന്നെ എനിക്ക് പോകാമല്ലോ എന്ന് വെച്ച്. ഞാൻ പറഞ്ഞു, നീ പോട്, നീ ഇവിടെ ഒരു കംപ്ലയിൻറ്റ് ചെയ്തിരിക്കുമെന്നാണ്. അപ്പം ഞാൻ പറഞ്ഞു, എന്നാൽ കംപ്ലയിൻറ്റ് ചെയ്താണ്. അപ്പം ഞാൻ അവിടെ നിന്ന് സാറ് ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ഞാൻ എന്താക്കി, ബാങ്കിലുള്ള എൻ്റെ ഫ്രണ്ടിനെ ബാങ്കിലുള്ളല്ല എൻ്റെ ഫ്രണ്ടിനെ വിളിച്ചപ്പോൾ അവൻ പറഞ്ഞ്, നീ എന്തായാലും അവിടെ നിന്ന് ഇങ്ങ് പോരി, പ്രശ്നമില്ല. ഞാൻ പറഞ്ഞു, എനിക്ക് പ്രശ്നമുണ്ടെന്ന് പറഞ്ഞിട്ട് ഞാൻ അവിടെ സാറോട് കാര്യങ്ങളൊക്കെ പറഞ്ഞു. ആ പറഞ്ഞ കാര്യങ്ങളൊക്കെ എന്താണ് അവിടെ കൊടുത്തു, മീൻസ് അവിടെയുള്ള ഈ ഒരു സാറോട് പറയുകയും ചെയ്തൊക്കെ ചെയ്ത്. സാർ അന്നേരം എന്നോട് പറഞ്ഞു, നോമ്പല്ലേ, നീ നോമ്പ് അവർക്ക് പോയിട്ട് വാ എന്നൊക്കെ പറഞ്ഞിട്ട് പോയതാ, ആവശ്യമുണ്ടെങ്കിൽ ഞാൻ വിളിപ്പിക്കാം എന്നൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞു ആയിക്കോട്ടെ. പിന്നെ അവിടുന്ന് 2 ആൾക്കാർ വന്ന് സ്റ്റേഷനിലേക്ക്. ഒരാൾ പറഞ്ഞ് സാറോട്, നീ ഫുൾ ടൈം സാർ ആ വീട്ടിലാണ്. അപ്പോൾ സാറ് ചോദിച്ച് എന്നോട് ചോദിച്ചു, ആ വീട്ടിൽ പോകുന്നതിന് എന്താ? ഞാൻ അറിയില്ല സാറേ. ഒന്നത് അടക്കഴിഞ്ഞ്. രണ്ടാമത്തത്, ഇന്ന് ഇൻസ്റ്റാഗ്രാമിൽ ഒരു ചങ്ങായി വല്ലാതെ, അതായത് ആരാന്ന് പോലും അറിയില്ല, അവന് എന്തൊക്കെയോ കൊണ്ട് പറയുന്നു. അത് ഇൻസ്റ്റയിൽ തന്നെ എടുത്തു നോക്കിയാൽ കാണാം. അതുകൊണ്ടാണ് നമ്മൾ എന്താക്കിയത്, ഈ ഒരു വീഡിയോ നമ്മൾ ഇടുന്നത്. ഈ അറിയാത്ത കാര്യങ്ങൾ നീ പേടിച്ചിട്ടല്ലേ പോലീസ്, അതായത് പേടിച്ചിട്ടല്ല, ഞാൻ എൻ്റെ പരാതി, അതായത് എൻ്റെ ഒരു കൈമിലുള്ള എൻ്റെ ഒരു ഫോണായാലും എന്തായാലും ഞാൻ കൊടുക്കേണ്ട സ്റ്റേഷനില്ല. അവരാണ് പറഞ്ഞത് ഞാൻ സ്റ്റേഷനിൽ അറിയിക്കുന്നത്. അങ്ങനത്തെ അവർ സ്റ്റേഷനിൽ വന്നിട്ടില്ല. വേറെ 2 ആൾ വന്നിരുന്നു. ഒന്ന് എൻ്റെ ഒരു കമ്പനിക്കാരനാണ് വന്നത്. കമ്പനിക്കാരൻ മീൻസ് ആ പുറക്കാട് നിന്ന് കാണുന്നത്, മറ്റേ ആളെ എനിക്കറിയില്ല. അപ്പം പിന്നെ പറഞ്ഞുണ്ടാക്കിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വലിയ കഥകളാണ്, വലിയ സംഭവം, അതായത് കേസ് സംഭവമാക്കേണ്ടിയിട്ട് ഉണ്ടാക്കുന്നവരൊരു കഥ ഉണ്ടാവില്ലേ. അപ്പോൾ മര്യാദയായി സംസാരിച്ചു, പിന്നെ വീഡിയോ എടുത്തു എന്നുള്ള, ഇതൊന്നും അങ്ങനെ ഇല്ല എന്ന് ഞാൻ അവിടെ സ്റ്റേഷനിൽ ബോധ്യപ്പെടുത്തിയിട്ട് വന്നൊരു മനുഷ്യനാണ് ഞാൻ. അതായത് തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആരെയും ഞാൻ പേടിക്കില്ല. തെറ്റ് ചെയ്താൽ പേടിക്കുന്നത് മാത്രമേ ഉള്ളൂ. അതല്ല, ഞാൻ പേടിക്കുന്നത് നിയമത്തിനെയോ അതിനെയോ ഒന്നല്ല. ഞാനെപ്പം പെർഫെക്റ്റായിട്ട് നിൽക്കുന്നത് ഞാൻ എൻ്റെ ഉമ്മാൻ്റെ അരിയത്താണ്. എന്ന് വെച്ചാൽ എൻ്റെ ഉമ്മാക്ക് തന്നെ മനസ്സിലാവണം, ഞാൻ എൻ്റെ ഉമ്മാൻ്റെ അരിയത്താണ് നിൽക്കുന്നത്, ഞാൻ എൻ്റെ ഉമ്മാക്ക് വേണ്ടിയാണ് ജീവിക്കുന്നത്, ഞാൻ എൻ്റെ ഉമ്മാക്ക് വേണ്ടിയിട്ടാണ് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. അപ്പം നമ്മളെ ഫാമിലിനെ ഇതാക്കുക, അതാണ് നല്ലത്. അല്ലാണ്ട് ബാക്കി നാട്ടുകാർ അത് പറഞ്ഞ്, നാട്ടുകാർ കൈവച്ച്, നാട്ടുകാർ ഇതാക്കി, അതിനൊന്നും ആവശ്യമില്ല. അവരോട് പറഞ്ഞിട്ട് കാര്യമില്ല, നാട്ടിലുള്ള ആൾക്കാരോട് പറഞ്ഞിട്ട് കാര്യമില്ല. എന്തെങ്കിലും ഒന്ന് കിട്ടുമ്പോഴത്തേക്ക് സ്വന്തം തടി പോലും നോക്കാണ്ട് മറ്റവൻ്റെ തടിക്ക് കയറിയിട്ട് അടിക്കുന്ന നാട്ടുകാരാണ് ഈ ലോകത്തുള്ളത്. മനസ്സിലായോ? പല സൈഡിൽ പല ആൾക്കാർ ഇപ്പം തന്നെ കുറേ ഇതൊക്കെ കണ്ടില്ലേ, ഉമ്മാനെയും ഉപ്പാനെയും കൊന്നിട്ട്, പ്രേമിക്കുന്ന പെണ്ണിനെ കൊന്നിട്ട്, അല്ലെങ്കിൽ വീട്ടിലുള്ള കുട്ടികൾ ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുക, അല്ലെങ്കിൽ വേറെന്തെങ്കിലും, ഇതൊന്നും വീട്ടിൽ നടക്കുന്നത് ഇവർക്ക് നോക്കാൻ നേരില്ല. പുറത്ത് മറ്റുള്ളവൻ്റെ മകൻ എന്ത് ചെയ്യുന്നു, മറ്റുള്ളവൻ്റെ മോൻ എന്ത് ചെയ്യുന്നു എന്ന് നോക്കുന്ന ആ നേരം കൊണ്ട് സ്വന്തം മക്കളെ നോക്കിക്കഴിഞ്ഞാൽ, പൊതുവെയുള്ള കാര്യമാണ്, നോക്കിക്കഴിഞ്ഞാൽ ആ വീടപ്പം സന്തോഷത്തോടെ ഇരിക്കും. മനസ്സിലായിക്കോ? നമ്മളെ വീട്ടിൻ്റെ പല സൈഡിലും പല ദിക്കിലുള്ള ആൾക്കാരും ഈ പല രീതിയിലുള്ള സാധനങ്ങൾ ഉപയോഗിച്ച് നടക്കുന്ന കുറേ കുട്ടികളുണ്ടാവും. പക്ഷെ അവർക്കൊക്കെ നമുക്കൊരു പ്രാവശ്യം നമ്മൾ പറഞ്ഞു കൊടുക്കുമ്പോഴത്തേക്കും അവർ എന്താ പറയുക, അയ്യോ രീതി കാണുന്നത് കൊണ്ട് നമ്മളത് പറഞ്ഞു കൊടുത്ത് നന്നായ കുട്ടികളുണ്ട്, നന്നാവാത്ത കുട്ടികളുണ്ട്. നമുക്കിത് പറഞ്ഞു കൊടുക്കേണ്ട ഒരാവശ്യമില്ല. കാരണം എന്ന് വെച്ചാൽ, ഞാൻ പറയുന്നത് വെച്ചാൽ, നമ്മളെ വീട്ടുകാരെ എത്രത്തോളം സന്തോഷപ്പെടുത്തുക അത്രത്തോളം. ഒറ്റ കാര്യം ചിന്തിച്ചാൽ മതി, പെറ്റ് വീണ മുതൽ ഇങ്ങോളം വരെ ഒരു 20 വയസ്സ് വരെ കൂട്ടിക്കോ, പോട്ടെ 10 വയസ്സ് വരെ കൂട്ടിക്കോ. എന്താ വെച്ചാൽ, ഒരു കുട്ടി 10 വയസ്സ് വരെ എങ്ങനെ ജീവിക്കണമെന്ന് കാണിച്ചു തന്നിട്ട് ബാക്കി 10 വയസ്സിന് ശേഷം അവൻ്റെ തോന്നിയ പോലെ എങ്ങനെ പോകണം എന്ന് നല്ല രീതിക്ക് കാണിച്ചു തന്ന ആൾക്കാരായിരിക്കും രക്ഷിതാക്കൾ. മനസ്സിലാക്കില്ലേ?
10 വയസ്സ് വരെ നല്ല രീതിക്ക് കാണിച്ചു തരിക. അത്രയും പഠിപ്പിച്ചിട്ട് അത്രയും കാര്യങ്ങൾ ചെയ്തു തന്നിട്ട് ഈ രക്ഷിതാവിനൊക്കെയാണ് കൊല്ലുകയും ഇതാക്കുകയും കമ്പനിക്കാരുടെ കൂടെ വേറെ രീതിയിലേക്ക് പോവുകയും ഇതാക്കി അടിക്കുക, കൊല്ലുക, അങ്ങനത്തെ കുറേ കാര്യങ്ങൾ. അപ്പോൾ ഈ വീഡിയോയിൽ വരാൻ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പുറക്കാട് നടന്ന ഈ ഒരു സംഭവമാണ്. ഇത് ഞാൻ കറക്റ്റായിട്ട് ഇൻസ്റ്റാഗ്രാമിൽ പറഞ്ഞേക്ക് ഞാനിത് യൂട്യൂബിൽ ഇടുന്നു, അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ഇട്ടത്. അപ്പോൾ എല്ലാവരും കാണുക. എന്നിട്ട് പുറക്കാട് നടന്ന സത്യാവസ്ഥ ഇതാണ്. ഇതിൻ്റെ അപ്പുറത്തേക്ക് എന്തൊക്കെയാണ് പറയുന്നതെന്നൊന്നും എനിക്കറിയില്ല. എന്ത് പറഞ്ഞാലും എനിക്ക് പ്രശ്നമില്ല. ഞാൻ പറയേണ്ട കാര്യങ്ങൾ എല്ലാ എവിടെ പറഞ്ഞേക്ക് സ്റ്റേഷനിൽ പറഞ്ഞേക്ക് അവരെൻ്റെ ഫോണ് എപ്പോൾ വേണമെന്നുണ്ടെങ്കിലും വാങ്ങാമെന്നും പറഞ്ഞേക്ക് റിക്കവർ ചെയ്യാമെന്നും പറഞ്ഞേക്ക്. അതുകൊണ്ട് എന്നോട് പറഞ്ഞു നീ പേടിക്കണ്ട, നിനക്ക് എപ്പോൾ വേണമെന്നുണ്ടെങ്കിലും ഈ ഒരു ഇതിൽ റിക്കവറിയും ചെയ്യാം, എന്തും ചെയ്യാം, ഫോൺ ഉണ്ടായാൽ മതി. അപ്പോൾ അതൊക്കെ പറഞ്ഞതിന് ശേഷം നമ്മളെന്താ ചെയ്യേ അവിടെ നിന്ന് പോകുന്നേക്ക്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ചെറിയ ചെറിയ സ്കൂളിലത്തെ കുറച്ച് കഥകളൊക്കെ ആയിട്ട് നമുക്ക് എന്താക്കാം അടുത്ത വീഡിയോയിൽ കാണാം. നമ്മളെ സത്യേട്ടൻ്റെ ഒക്കെ കുറച്ച് കഥയൊക്കെ പറഞ്ഞിരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ബൈ.